ഈ റെഡ് ബിഗോണിയ കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കുത്തുകുത്ത് വീണിട്ട് ആകെ വൃത്തികേടായിട്ട് നിൽക്കുകയാണ്. അതേപോലെ വേരുകളൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്, സ്റ്റെമ്മൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്രാണിശല്യം മൂലമാണെന്ന് തോന്നുന്നുണ്ട് ഇതിനിങ്ങനെ ഹോൾസൊക്കെ വീണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാര മാർഗവും റീപോർട്ടിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാനിത് കുറച്ച് പോട്ടിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ പോട്ടിൽ തന്നെ നമുക്ക് ഇളക്കിയെടുത്തിട്ട് അതിൽ തന്നെ നല്ല സ്റ്റെമ്മുകൾ സെലക്ട് ചെയ്തിട്ട് അത് വെച്ച് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയ പോട്ട് വേണമെങ്കിൽ അതിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 2-3 പഴയ പോട്ടിലും പുതിയ പോട്ടിലുമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ, വേരുകളൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തറഞ്ഞിരിക്കുകയാണ് മണ്ണ്, അതൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു പോട്ടിലേക്ക് ഹോൾസ് ഒക്കെ ഒന്ന് അടയ്ക്കാനായിട്ട് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രെയിനേജുള്ള ചട്ടി തന്നെ എടുക്കുക. അതിനുശേഷം മണൽ ചാണകപ്പൊടി മിക്സാക്കിയതാണ് അതിട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി നല്ല തണ്ട് നോക്കി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പോട്ടിലും ഇതേപോലെ മണ്ണ് നിറച്ചതിന് ശേഷം നല്ല സ്റ്റെമ്മുകൾ കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കാം. പിന്നെ ഈ ഹോൾസൊക്കെ വീണത് ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ചെറിയ തണ്ടുകൾ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാന്ന് വെച്ചാൽ ഇതിങ്ങനെ ബുഷിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതാണ് ഇത് കാണാൻ ഭംഗി. അപ്പോൾ പഴയ വേരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. കുറച്ച് വേരുകൾ മാത്രം നിർത്തിയാൽ മതി. എന്നിട്ട് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് 2-3 തണ്ടുകൾ വെച്ച് കൊടുക്കണം ഒരു പോട്ടിൽ തന്നെ. അപ്പോൾ നല്ല ബുഷിയായിട്ട് ഉണ്ടാകും. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു പോട്ടിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിളിപ്പൊക്കെ വന്നിട്ടുണ്ട്, അതോടുകൂടി തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി മാറ്റിയതിന് ശേഷം ഉണങ്ങി നിൽക്കുന്ന സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതും കട്ട് ചെയ്തതിന് ശേഷം നല്ല തണ്ടുകൾ മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 6 പോട്ടിലായിട്ടാണ് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. നേരത്തെ 3 പോട്ടിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 3 പോട്ടിലും കൂടെ അത് വെച്ച് ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇത് എല്ലാത്തിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊന്നും കളയണ്ട, അത് നമുക്ക് വേറെ മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കിളിർപ്പുണ്ടായിട്ട് അത് നമുക്ക് ഇതേപോലെ തന്നെ പോട്ടിൽ ആക്കിയെടുക്കാം. വെറുതെ ഇങ്ങനെ മണ്ണിൽ താഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിളിർത്ത് വരും. അപ്പം ഞാൻ ഈ പ്രാണിശല്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് നീം ഓയിലാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കുറച്ച് കുറവ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ 6 പോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണലത്ത് വെച്ച് കൊടുക്കുക. ഇനി സാഫ് ഒന്ന് വെള്ളത്തിൽ കലക്കി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തും ഇതുപോലെ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സാഫ് കലക്കി ഒഴിക്കാറുണ്ട്, അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.